ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു അടിപൊളി പഴനിറച്ചീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ വഴറ്റാൻ വേണ്ടിയിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. 6 kg നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 5 പാകമായിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. പിന്നെ പാകത്തിന് പഞ്ചസാര വേണം. പിന്നെ പഴം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായ് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വഴറ്റിയതിന് ശേഷം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. ഓരോരുത്തരുടെയും മധുരത്തിന് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങ ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും, അടിയിൽ പിടിച്ചു പോകും കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി, നമുക്ക് കുറച്ച് പഴം ഒന്ന് വാട്ടിയെടുക്കാനേ ഉള്ളൂ. ഇനി പഴം ഒന്ന് നടുവേ കീറിയെടുക്കാം. ഇനി എണ്ണയിലോട്ട് നമുക്ക് ഓരോ പഴവും ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴം ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി രണ്ട് വശത്തും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴങ്ങളും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പഴവും ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഇതിൽ മിക്സ് നിറയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ കീറലിട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് മിക്സ് നിറച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് നിറച്ച് കൊടുക്കുക. പുറത്തോട്ട് നിൽക്കാതെ ഒക്കെ ഉള്ളിലേക്കാക്കിയിട്ട് വേണം നിറച്ച് കൊടുക്കാൻ. ഇതുപോലെ തന്നെ പഴത്തിൻ്റെ നടുവിലൂടെ ഒരു കീറലിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് മിക്സ് നന്നായിട്ട് നിറച്ച് വെക്കുക. പുറത്തോട്ടാവുന്നതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി നിറച്ച് വെക്കണം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ പഴങ്ങളും ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാ പഴവും നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ചെറു ചൂടോടാണ് ഇതിലോട്ട് തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടൊന്ന് തണയുമ്പോഴത്തേക്കും ഇതിലുള്ള പഞ്ചസാരയൊക്കെ ഉരുകി ശരിക്കും ഒരു തേനിൻ്റെ രൂപത്തിലായിട്ട് വരും. അപ്പോൾ ശരിക്കും തേനൂർന്നൊരു പഴം നിറച്ചത് തന്നെയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുതേ. അപ്പോൾ നമ്മളെ കോഴിക്കോട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടി കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.